കണ്ണാടി നോക്കുന്ന ഒരു ശീലം കൂടി ഈ പടത്തിന്റെ ട്രെയിനിങ് സമയത്തും. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഇല്ലൊക്കെ എഴുതി കാണിക്കും. അങ്ങനെ പലതുണ്ട്. 2K കിഡ്സിന്റെ കോച്ചായിട്ടാണല്ലോ ഇതിനകത്ത് വരിക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണാം. ഞാൻ പറയട്ടെ, ഒരു 1990 കഥ ഇറക്കണമെങ്കിൽ 2K കിഡ്സ് എന്ന് പറയാൻ പറ്റും. പ്ലസ് ടു പഠിക്കണ കാലഘട്ടം കാണിക്കണില്ല. നമ്മളുടെ തന്നെ ഒരു അഴക് ആസ്വദിക്കുക. മറ്റേ സ്ത്രീകൾക്കൊരു പ്രശ്നം എന്ത് സ്ത്രീകൾക്ക് വേണമെങ്കിൽ എന്റെ ഇറക്കം പറയാട്ടോ. രക്ഷപ്പെട്ട ആള് നിങ്ങളിപ്പോ ഒരു ദ്രോണാചാര്യാന്ന് ചോദിക്കുക. അപ്പോ കോച്ചും ബിഗിലാണ് പിന്നെ എനിക്ക് ഓർമ്മയിൽ പടത്തിലെ ക്യാരക്ടർ ആണെങ്കിൽ ഞാനും അവനും കസിൻസാ. പക്ഷെ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് ഈ കസിനെ പോലെ തന്നെയാ. എന്ന് വെച്ചാൽ അവര് ഒരു സ്ട്രേഞ്ചേഴ്സ് പോലെയല്ല. പിന്നെ അങ്ങ് ബഹിരാകാശത്തായിരുന്നു. ശിവയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വം വഹിച്ചത്. എങ്ങനെ എടുക്കണ്ടേ എങ്ങനെ എടുത്തു കൊടുക്കാം, അതാണ് തല തൊട്ടപ്പെന്ന് പറയുന്നത്. മൂപ്പർക്ക് പറ്റുന്ന ആകെ ഒരു കാര്യം ഞാൻ മാത്രമല്ല, ബാക്കിയുള്ളവർ നക്കൽ കിട്ടും. പുള്ളി ബേസിക്കലി ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക. പഞ്ച് ലൈൻ പോലെ നോർമൽ ആക്കുന്നതിനേക്കാളും ബിറ്റർ ട്രൂത്ത് മനസ്സിലാക്കണതാണ് നല്ലത്. അങ്ങനെ 6-7 മണിക്ക് ജോജോടെ തോട്ടിനെ ജോജോ എക്സ്പ്രസ് ചെയ്യുന്നത് പറഞ്ഞെത്തിക്കുമ്പോഴാണ് ഇനി നീ ഇന്റർവ്യൂല് ഒന്നും പറയണ്ട. ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഏപ്രിൽ മാസം നമ്മൾ കുറേ പിള്ളേരുടെ ഇടി കാണാനാണ് കാത്തിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ അണിയിച്ചൊരുക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയെ പറ്റി സംസാരിക്കുക. ആ സിനിമയുടെ മുഴുവൻ ആക്ടേഴ്സും വന്നിട്ടുണ്ട്. നമസ്കാരം. ആദ്യമായിട്ടാണ് ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഈ സാധാരണ ഈ സിനിമകൾ കണ്ടിട്ടാണല്ലോ നമ്മൾ ബോക്സിങ്ങിനെ പറ്റിയിട്ട് സാധാരണ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള എന്തൊക്കെ തെറ്റിദ്ധാരണ മാറിക്കിട്ടി ഈ പടത്തിൽ ജോയിൻ ചെയ്തപ്പോൾ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബോക്സിനെ കുറിച്ച് ഒന്നും അറിയണ്ടായില്ല. ബേസിക്കലി ഇതിന്റെ വെരി ഫ്രഷ്. അപ്പൊ ഇതിനുവേണ്ടി ബോക്സിങ് പഠിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയൊരു പരിപാടി പഠിക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും സ്കില്ല് നമുക്ക് പഠിക്കാമല്ലോ. അപ്പൊ അതായിരുന്നു ഇതിന്റെ എക്സൈറ്റ്മെന്റ്. പിന്നെ നമ്മൾ ഈ സിനിമകൾ കണ്ടിട്ടുള്ള ബോക്സിങ് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷെ ഈ സിനിമ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോർട്സ് കോമഡി ജോണറിലാണ് വരുന്നത്. അതിനുവേണ്ടി ഇപ്പൊ റഹ്മാൻക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു കോമഡി പടമാണ് അതിന്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത സ്പോട്ട് ബോക്സിംഗ് ആണ്. പക്ഷെ നമ്മൾ ബോക്സിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ബോക്സിംഗ് പഠിക്കലാണെങ്കിലും സിനിമക്കകത്താണെങ്കിലും എല്ലാം ബോക്സിംഗ് സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളിൽ കണ്ടിട്ടുള്ള ബോക്സിങ്ങും ഇപ്പൊ ഇതിൽ വന്നിട്ട് പഠിച്ചിട്ടുള്ള ബോക്സിംഗ് എത്രമാത്രം വ്യത്യാസമുണ്ട്? ട്രെയിനർ തന്നെ നമ്മുടെ കോച്ച് തന്നെ ഈസ് എ പ്രൊഫഷണൽ ബോക്സർ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സിനിമയിലുള്ളത് വ്യത്യാസമുണ്ട്. കാരണം നമുക്കത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റിയോണ്ട് ഡെഫിനറ്റ്ലി ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് സിനിമാറ്റിക്കലി കാണിക്കുമ്പോൾ അതിൻ്റെതായ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കുറെ കാര്യങ്ങൾ. ഈ ഇതിൽ ഹാഡ് ടു ബി ട്രെയിൻഡ്. നസ്രിൻ അങ്ങനെ സിനിമയിൽ കണ്ടിട്ട് ഉള്ള ഒരു ബോക്സിങ്ങും പിന്നെ പഠിച്ചതും തമ്മിൽ നല്ല വ്യത്യാസം അങ്ങനെ തോന്നിയിരുന്നോ? സിനിമയിലല്ല, ഇപ്പൊ ആദ്യം ചോദിച്ചില്ലേ ബോക്സിംഗ് പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള. ഞാൻ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിചാരിക്കുക വലിച്ചിട്ടിടിക്കുക, എവിടെ വേണമെങ്കിലും ഇടിക്കുക എന്നുള്ളൊരു ഇതിലാണ് വിചാരിച്ചിരുന്നിരുന്നത്. പക്ഷേ ഇതൊരു പ്രോപ്പർ റൂൾ, അതിനൊരു പല മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ റൂൾസ് ഉണ്ട്. ഇതിന് മേളിൽ അല്ലെങ്കിൽ താഴേക്ക് ഇല്ലല്ലോ, ഫൈറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കുറേ റൂൾസ് ഉണ്ട് അതിൽ. അമച്വർ ബോക്സിംഗിലാണെങ്കിൽ മറ്റേ പ്രോ ബോക്സിങ്ങിനേക്കാളും ഒട്ടനവധി റൂൾസ് കൂടുതലുണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റി. ബേബിജൻ എന്തൊക്കെയാ ബോക്സിങ്ങിനെ പറ്റി പുതിയത് പഠിച്ച? കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അതായത് ഞാൻ ക്ഷമ എന്നുള്ളൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നൊരു കാര്യമാണെന്നുള്ളത് പഠിച്ചു. ഞാൻ ട്രെയിൻ ചെയ്തിട്ടില്ല, എന്നിട്ട് ആരും ട്രെയിൻ ചെയ്തിട്ടില്ല ബോക്സിങ്. മൂവിയിൽ ഞാൻ വേറൊരു കാറ്റഗറിയാണ് പടത്തിൽ. വഴിയെ നിങ്ങൾ മൂവി കാണുമ്പോൾ അറിയുമായിരിക്കും. അതാണ് ആ കോസ്റ്റ്യൂമിൽ ഒരു വ്യത്യാസം. പോസ്റ്ററിൽ ബേബി ബോക്സ് ചെയ്യുന്നില്ല ഇതില്, ബോക്സറായിട്ടല്ല. കോസ്റ്റ്യൂമിന്റെ വ്യത്യാസം. ഇപ്പൊ ശിവയുണ്ട് വേറെ കോസ്റ്റ്യൂം. അതെ, എല്ലാവർക്കും ഈ ബോക്സിംഗ് ഉണ്ട്. പക്ഷെ ശിവയുടെ കാര്യം മാത്രം എന്താ ഒരു ഒലക്ക. അതൊരു ക്യാരക്ടറായി മാറി.
ഒലക്കൊക്കെ ഒരു അത് അവസാനം ക്ലൈമാക്സ് ഒലക്കൊരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ ഇത് ആലപ്പുഴയുടെ ഒരു സൗണ്ടിന്റെ ഒരു ഭാഗമാണ്. ഒലക്കയോ? ആ ഒലക്ക സൗണ്ട്സ് ആലപ്പുഴ. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും, ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും ആലപ്പുഴയുടെ ഒരു പരിപാടി. ഇല്ലെങ്കിൽ എഴുതി കാണിക്കാം. അങ്ങനെ പലതും. അല്ല ഒലക്ക ഒരു പ്രോപ്പർട്ടി ആയിട്ട് കയ്യിൽ ഇപ്പൊ അത് ക്യാരക്ടർ ഞാൻ പ്രോപ്പർട്ടി ഇതിനെ തൂക്കിക്കൊണ്ട് ഈ ടോം ഹാങ്സിന്റെ കാസ്റ്റഫേല് ബോർഡൊക്കെ കിട്ടിയ പോലെയാണോ അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം? അത്രക്ക് അത്ര വലിയ ബന്ധങ്ങളൊക്കെ പോണം. ഇല്ല, അതൊരു ആലപ്പുഴ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അതായത് ഈ വള്ളംകളി പരിപാടിയുടെ ഒരു സോങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒലക്ക കുത്തി താളം ഉണ്ടാക്കി പാടുന്ന പാട്ടുണ്ട് ആലപ്പുഴയുടെ പരിപാടിയായിട്ട്. വഞ്ചിപ്പാട്ട്. അപ്പൊ പുള്ളിയാണോ നിങ്ങൾക്ക് ഇവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കണ? അങ്ങനെ പറയാൻ പറ്റില്ല, ഒന്നും പുറത്തുവിടാനായിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് കൊടുക്കും. 2K കിഡ്സിന്റെ കോച്ചായിട്ടാണല്ലോ ഇതിനകത്ത് വരിക? അല്ല, ആക്ച്വലി 2K കിഡ്സ് അല്ല അത്. ഇവര് 90s കിഡ്സാ? അല്ല, ഇത് കുറച്ച് അത്രയും പുതിയൊരു പിള്ളേരല്ല. കുട്ടികളെന്നാണ് അതെ അതെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണാൻ നോക്കാം. 1990 കഥ ഇറക്കണമെങ്കിൽ 2K കിഡ്സ് എന്ന് പറയാൻ പറ്റും. പ്ലസ് ടു പഠിക്കുന്ന അങ്ങനെ ഒരു era കാണിക്കുന്ന ഒരു കാലഘട്ടം കാണിക്കണില്ല. കാലഘട്ടമായിട്ട് കാണിക്കുന്നില്ല എന്നാണ് എന്റെ ഒരു ധാരണ. എന്നാലും ഒരു 5 വർഷം തന്നെ മാറുന്നത്. അത് ഈ 2K കിഡ്സ് അല്ലേ, ഈ സ്കിബിഡിയും പൂക്കിയും ഒക്കെ ഉള്ള ഈ ജനറേഷൻ? അതെന്താ അല്ല ക്യൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സ്കിബിഡി ചില ആൾക്കാരെ മോശാന്നും പറയാം. നീ പറഞ്ഞത് അല്ല, അതിന്റെ ഇപ്പൊ എന്താണ് ഒരു പരിപാടി? ഞാൻ പടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് നിങ്ങൾ 2K കിഡ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി 90s കിഡ് ആണെന്നാ. അപ്പൊ അതായിട്ട് സെറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ല, അങ്ങനെ 2K കിഡ്സ് എന്നുള്ളൊരു പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ഈ സിനിമ എല്ലാവർക്കും ഓക്കെ ആവും. 2K കിഡ്സ് ആണെങ്കിലും അല്ലാതെ 90s ആണെങ്കിലും ഒക്കെ ഓക്കെ. അങ്ങനെ ഒരു ജനറേഷൻ പരിപാടി നമ്മൾ ഇങ്ങനെ ഇപ്പൊ നടക്കുന്നു അങ്ങനൊന്നുമില്ല. എന്നാലും ഒരു സൗണ്ട് ഒക്കെ ഉണ്ട്, ഒരു ഫ്ലേവർ ഉണ്ട് സിനിമക്ക്. ജനറേഷൻ ഒരു സാധനം ഉണ്ട്. പക്ഷെ 2K പൂക്കി കൂക്കി ആ കൂക്കിയൊന്നും ഇല്ല. ലുക്സിലും ഹെയർ സ്റ്റൈലാണ് കുറച്ചും കൂടെ കൂടുതൽ 2K ഫൈലൊന്നും ഡയലോഗ്സിലൊന്നും. അല്ല, അപ്പൊ സിംഗാവൻ എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും അറിയാം, പരസ്പരം അറിയാം. ക്യാരക്ടർ വൈസ് നോക്കുമ്പോഴും ഞാൻ കുറച്ച് ഇവരെ കൂടെ ഉള്ള ആളല്ല ആക്ച്വലി. ഇൻ ദ സെൻസ് അങ്ങനെ ഇവരെ കൂടെ പ്രാക്ടീസിനുള്ള ആളല്ല. ഇവരെ കോച്ചായിട്ട് വരുന്നതാണ്. ജോഷുവയുടെ കഥ വേറെ നടക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് അത് ഞാൻ ആലോചിച്ചിട്ട് വേണം. സിംഗാവുള്ള പ്രശ്നമൊന്നും വേറെ ഇല്ല. അല്ല, മറ്റേ ഈ ഒമേഗയും തൗഫിയും തമ്മിലുള്ള പ്രശ്നം എന്താന്ന് തലമാലിൽ ഇതുവരെ അറിയില്ല. അതുപോലെ നിങ്ങൾ ട്രാക്കിങ് വരുമോ? അങ്ങനത്തെ പ്രശ്നം ഉണ്ടോന്ന് ഞാൻ റിലീസായിട്ട് അറിയാം. റിലീസായതിനു ശേഷം അത് അങ്ങനെ ഒരു ഏരിയയും കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഉണ്ടാവട്ടെ, നല്ലതാണല്ലോ. അല്ല, ഇപ്പൊ നിങ്ങളല്ലേ ഇവിടുത്തെ ഒരു മെയിൻ, അതായത് ഒരു ആശാനം നിങ്ങളാണല്ലോ ഈ കുട്ടികളുടെ. ശരിക്കും നമുക്ക് കുറെ ആശാന്മാരുണ്ട്. ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ മെയിൻ ആശാൻ എന്ന് പറയുന്നത് കോട്ടയം ചെയ്യുന്ന സലീംക എന്ന് പറഞ്ഞ ഓക്കെ. പുള്ളിയുടെ ആശാനാണ്, പുള്ളിയുടെ ശിഷ്യനാണ്. പുള്ളിയുടെ ശിഷ്യനാണ് അദ്ദേഹം. പുള്ളിയുടെ ആശാൻ എവിടുന്ന് വരുന്നത്? ആരാട്ടാ? BC 90s. അപ്പൊ അങ്ങനെ യാദൃശ്ചികമായിട്ട് വരുന്ന ഞാൻ ഇവരുടെ ഇടയിലോട്ട്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ദ്രോണാചാര്യാന്ന് ചോദിക്കുക. അപ്പൊ അപ്പൊ ഞാൻ പഞ്ചപാണ്ഡവരുടെ കുറച്ച് ക്വാളിറ്റീസ് പറയാം. ഇതിൽ ആരാ ചേരുക അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എനിക്കറിയാൻ പാടില്ല. ഞാൻ പറയാം. ഇപ്പൊ യുധിഷ്ഠിരൻ എന്ന് വെച്ചാൽ ഭയങ്കര ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ടീമിൽ ആരായിരിക്കും അയാൾ? ആത്മാർത്ഥ സത്യത കാർത്തിയുടെ ക്യാരക്ടർ ആയിരിക്കും. എന്താ അതെന്താ വെച്ചാൽ അവന് ഭയങ്കര എന്ത് കാര്യം ഞാൻ ക്യാരക്ടർ വൈസ് പറഞ്ഞു. അല്ല, ക്യാരക്ടർ വൈസ് ഭയങ്കര കോൺഫിഡന്റ് ഒക്കെ ഉള്ള, എന്തും ചെയ്യുന്നുള്ളൊരു. റിയൽ ലൈഫിലുള്ള ഇങ്ങനെ അത്ര വലിയ കോൺഫിഡന്റ് ഇല്ല. പക്ഷെ അടിപൊളിയാണ്. സിനിമ ക്യാരക്ടർ വൈസ്, അവന്റെ പേഴ്സണൽ ക്യാരക്ടർ വൈസ് ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവന്റെ സിനിമത്തെ ക്യാരക്ടർ വൈസില് അവൻ അങ്ങനത്തെ ആത്മാർത്ഥതയും ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ റിസൾട്ട് എന്താവുന്നുള്ളത് ഭീമന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഫുഡിങ് ആണ് മെയിൻ. പക്ഷെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നെഞ്ഞും വെച്ച് നിൽക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആരായിരിക്കും? ഫുഡിംഗ് ആണ് മെയിൻ എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടോ? അല്ല, ഫുള്ള് കേട്ടില്ല. ഫുഡിംഗ് ആണ് മെയിൻ. സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വെച്ചാൽ നെഞ്ഞും വിരിച്ച് നിൽക്കും. വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. കാർത്തിക്കും ഫുഡ്. പക്ഷെ ഫുഡ് തോന്നുന്നു ബേബി ആയിരിക്കും. ഫുഡ്
ഷോണാണ്. അല്ലല്ല സീരിയസ്ലി ഞാനത് ഒരു പിന്നെ മറ്റേ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വെച്ചാൽ ഒന്നും നോക്കാനില്ല. എന്ത് ക്യാരക്ടറാടാ നീയല്ല സിനിമയുടെ അകത്ത് ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇടി പിടിച്ചു കൂട്ടുന്ന ആള്. അങ്ങനെയൊന്നുമില്ല. ഓവർ കോൺഫിഡന്റ് സ്ത്രീകൾക്കാണെങ്കിൽ എന്റെ ക്യാരക്ടറും പറയാട്ടെ. രക്ഷപ്പെട്ട ആള്. അടുത്തത് നകുലിനാണ്. നകുലൻ ഭയങ്കര ഡിപ്ലോമാറ്റ് ആയിട്ട്, അതായത് അവിടെ പറഞ്ഞങ്ങനെ കൺവിൻസിങ് സ്റ്റാറെ പോലെ. നകുലൻ ജോജോ. ജോജന അങ്ങനെ ഈ എല്ലാ 3 പെമ്പിളേരെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്, അല്ല 2 പെമ്പിളേരെ കാണിക്കുന്നത് പാട്ടിനടുത്ത്. 2 പേരും ഭയങ്കര ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ ഒരു സ്കില്ലുള്ള പെൺപിള്ളേരെ മാത്രമല്ല എല്ലാവരെയും ഡീൽ ചെയ്യാൻ ഒരു കഴിവുള്ള ഒരു ക്യാരക്ടറാണ് ജോജോയ്ക്ക്. അതിപ്പോ പ്രായത്തിന് മൂത്തവരുടെ അടുത്തും സമപ്രായക്കാരെയും എല്ലാവരെയും ഒരേപോലെ ഡീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജോജോന്റെ. അതായത് സിനിമയിൽ തന്നെ പല സിറ്റുവേഷനിലും അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഇവൻ അങ്ങനെ ഡീൽ ചെയ്യുന്നത്. ഇവൻ ഡീൽ ചെയ്തിട്ട് അങ്ങനെ ടീമിന്റെ അകത്ത പ്രശ്നങ്ങള്. ഈ സഹദേവൻ ആരാ? അതായത് ലുക്കിൽ ഭയങ്കര ലുക്കിൽ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാള്. ഷോന്റെ ക്യാരക്ടർ ഷോണ് വെക്കാം. ഗുരുവിനെ കാണാതെ ഗുരുവിനോട് അത്രയും ഗുരുഭക്തി മെയിൻ ആയിട്ടുള്ള ഒരാൾ. ഗുരുഭക്തി ഭയങ്കരമാണ്. നിങ്ങളിപ്പോ കുറെ ബോക്സിംഗ് പടം കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്കത് പോയി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, നമുക്ക് പറ്റില്ല എന്നാലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന പോലത്തെ ഒരു പടം ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തിലോ ഇപ്പോഴും? അങ്ങനെ സൽമാൻ ഖാന്റെ സുൽത്താനോ സൂപ്പർമാനൊക്കെ. സുൽത്താനിലും പക്ഷെ ബോക്സിംഗ് അല്ലല്ലോ. അല്ല ഗുസ്തി ഉണ്ട്. ശരി. ഒരു സ്പോർട്സ് അല്ല അങ്ങനെ എന്താ അത് മൊത്തത്തില് അതെ എവിടെയെങ്കിലൊക്കെ ഒന്ന് തുടങ്ങി. അതാണ് മൊത്തത്തില് അവിടുന്ന് തുടങ്ങിക്കോ. ഡങ്കല് ദങ്കല് പറഞ്ഞു ഞാനും പറയല്ലേ. അല്ല ഒരുപാട് സ്പോർട്സ് ഉണ്ടല്ലോ, ഒരു വെറൈറ്റി. 9 ഉണ്ടാവും. അല്ല സെയിം ആണ് തോന്നിയത്. കുഴപ്പമില്ല പറഞ്ഞു. എനിക്ക് ജേഴ്സി ഭയങ്കര ഇഷ്ടമാണ്. ജേഴ്സിയിലെ ഏറ്റവും ഇഷ്ടമുള്ള സീൻ എന്താ? മറ്റേ റെയിൽവേ സ്റ്റേഷൻ സീൻ. നമുക്ക് അത്രയും ഡീപ്രസന്റ് നമ്മൾ എപ്പോഴും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. ഈ പടം റിലീസായിട്ട് ട്രെയിനിന്റെ അവിടേക്ക് നേരെ ഓടുന്ന ഒരു ശിവനെ നമുക്ക് കാണാൻ പറ്റുമോ? സന്ദീപിന് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട പടം? ചക്ദേന്റെ ഇഷ്ടമാണ്. ബാഗ് മിൽക്ക ബാഗ് അതൊക്കെ ഇഷ്ടമുള്ളൂ. രണ്ടൊന്നും പറയില്ല. ഏതാ ഇഷ്ടപ്പെട്ട സീന്? ലാസ്റ്റ് ഷാറൂഖ് ഖാൻ കരയത്തില്ലേ കൊടി വെക്കുമ്പോ. ഓ നൈസ് നൈസ്. അത് നല്ല സീനാണ്. നസ്ലിം പറയൂ. എനിക്ക് മറ്റേ ചേങ്കുലിക്ക് മെയിൻകുലി എന്ന് പറഞ്ഞൊരു പടമില്ലേ, ഓർഡർ ചെയ്തൊക്കെ ഫുഡ് ഓർഡർ ശരി, അതൊരു അടിപൊളി പടമാണ്. നൈസ് അണ്ടർ റേറ്റഡ് പടം. ഏതാ അങ്ങനെ ഒരു സ്പോർട്സ് ജോണർ പടം? ബാഗ് മിൽക്ക ബാഗ് ആക്ച്വലി പറയാൻ പോയായിരുന്നു. അത് ഏതാ ഒരു സ്പെസിഫിക് സീൻ? ഇല്ല, എനിക്ക് ആക്ച്വലി ആ ആളെ മിൽക്ക സിംഗ് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അതായിരുന്നു ഈ ആ പടമായിരുന്നോ? എനിക്ക് ആളെ ആയിരുന്നു അറിയുന്നത്. ആളെ അറിയായിരുന്നു. ഞാൻ അത്ലറ്റിക്സിലേക്കായിരുന്നു കുറച്ച്. ഞാൻ ആസ് എ സ്പ്രിന്റർ. അപ്പോൾ ഭയങ്കര ഇൻസ്പയർ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ പടം ഭയങ്കര ലുക്ക് പറയും. പിന്നെ എനിക്ക് ഈ ബോക്സിംഗ് പരിപാടിയായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ബോക്സിംഗ് റിലേറ്റഡ് സിനിമ കണ്ടിരുന്നു. $1 ബില്യൺ ബേബി ഭയങ്കര ഇഷ്ടമായ ഒരു സ്പെസിഫിക് സീൻ ഉണ്ടോ? അവരെ മോട്ടിവേഷൻ കൊടുക്കണം. അവളുടെ ആ ആക്ട്രസിന്റെ ജേർണി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതങ്ങനെ ഒരു പടമുള്ള? എനിക്ക് റോക്കി 4 ഇഷ്ടപ്പെട്ട സീൻ ഒന്ന് പറയാമോ? അതില് അവന്റെ ഫ്രണ്ട് മരിച്ചിട്ട് അവന് വേണ്ടി കാർത്തിക് പറയൂ. ബേബി ബേബി അല്ല കാർത്തിക് പറഞ്ഞോ. കാർത്തിക് പറഞ്ഞു. എനിക്ക് 1983 ഒരു സീൻ പറഞ്ഞു. ഇഷ്ടം നിവിൻപോളിക്ക് കിട്ടാത്തൊരു സാധനം മോനിങ്ങനെ
അങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു മോട്ടിവേഷൻ. ലാസ്റ്റത്തെ ഡിസ്ട്രിക്ട് സെലക്ഷൻ. ഓക്കെ, ബേബി പറയും. ഞാൻ ആക്ച്വലി സ്പീഡ് പറയാനേ വന്നിരുന്നു, ഒരു കോമഡി പോലെ. പക്ഷെ 1983 പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വാപ്പാനൊക്കെ ഓർമ്മ വന്ന് ഒരു പരിപാടി. കാരണം എൻ്റെ വാപ്പ എന്നെ ഒരു സ്പോർട്സ്മാൻ ആക്കാൻ, ഫുട്ബോളർ ആക്കാൻ കുറേ ശ്രമിച്ചിരുന്നു. ഈ നിവിൻ പോളിനെ പോലെ, അതായത് പാകമില്ലെങ്കിലും ഉള്ളിടന്നൊക്കെ പരിപാടി ആക്കിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ അതാ തോന്നുന്നുണ്ട്. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നോ മോൻ ഫുട്ബോളറായിട്ട് കാണണം എന്നുള്ളത്? കോഴ്സ് മലപ്പുറം ഫുട്ബോൾ റഫറി ഒക്കെ. ലുക്മാൻ ഫുട്ബോളറാണ്. അങ്ങനത്തെ അടുത്ത വീട് അന്ന് ചെറുപ്പത്തിൽ അറിയണ്ടോ? ഇല്ല, നമ്മള് അല്ല അങ്ങനത്തെ കൈയൊഴിയല് കൈപിടിക്കലൊന്നുമില്ല. രണ്ടാള് ഇവിടെ വന്നിട്ട് കണ്ട് ശരിക്കും കൊച്ചിന്നാണ് പരിപാടിയാണ്. ഏറെ കൂടുതൽ നടക്കുന്ന ഈ സിനിമയിലൂടെയാണ്. എന്നാലും നിങ്ങളുടെ നാട്ടിലെ ഒരാൾ മെയിൻ ഒരു പോപ്പ് ഐക്കൺ ആവുക കേരളത്തിൽ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്താ? എങ്ങനെയായിരുന്നു? ഒരുപാട് സന്തോഷമല്ലേ. എനിക്ക് തോന്നുന്നു ഡാബ്സും നമ്മുടെ അവിടെ തന്നെയാണ്. അതെ, ഞങ്ങളിത് ഇനി പടം ഇറങ്ങുമ്പോ പാലഭിഷേകം ഒക്കെ നടക്കാൻ രണ്ടാൾക്കാരുടെയും ഫ്ലെക്സ് ഒരുമിച്ച് വെക്കണം. അതിനിപ്പോ ഫ്രണ്ട് ഏരിയയിൽ ഫ്ലെക്സ് ഇദ്ദേഹം വെക്കുന്നുണ്ട്. ഫ്രണ്ട് ഏരിയ കൂടെ ഫ്രണ്ട് ഏരിയയിൽ ഫ്ലെക്സ് ഇപ്പൊ വെക്കണേക്കാളും വലുത് ഞാൻ നിങ്ങൾ എത്ര അടി വെക്കുന്നത്? ഈ പാലഭിഷേകത്തിന്റെ മാത്രം കാര്യത്തില് തർക്കമുള്ളൂ. വേറെ കാര്യത്തിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് പാലഭിഷേകത്തിനുള്ള പാലും അതിലൊക്കെ ചേർക്കാനുള്ള വെള്ളവും പരിപാടി കഴിഞ്ഞാൽ അതിലും വെള്ളം ചേർക്കുന്നുണ്ടോ? പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കട്ടി കൂടും. ഇവളോട് ചോദിച്ചു നോക്കി ഏതാ പടം? ഞാൻ ബാമ്പു ബോയ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഒരു സ്പോർട്സ് പടം സ്പോർട്സിന് ബിഗിലാണ് പിന്നെ എനിക്ക് ഓർമ്മയിൽ ഫുട്ബോൾ ടീം അങ്ങനെ സ്പോർട്സ് അങ്ങനെ കാണാറില്ലാത്തത് ഒഴിവാക്കുന്ന. സിംഗപ്പണ്ണയാണോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഖാലിദ് റഹ്മാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ തളർന്ന് ട്രെയിൻ ചെയ്ത് കിടക്കുന്നു, പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇത് ചെയ്യണമല്ലോ, നല്ല എങ്ങനെയാ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത്? അതാ ഞാൻ പറഞ്ഞ പുച്ചിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാം. നമ്മളുടെ ഈഗോ ഹേർട്ട് ആവുമല്ലോ. മാനസികമായിട്ട് ഒരു സെമി നെസ്ലിംഗ് ക്യാരക്ടർ അല്ല, ജോജോ ക്യാരക്ടർ ഉണ്ട് മൂവിയിൽ. ആളൊരു ഒരു മിശ്രിത ക്യാരക്ടർ ഉണ്ട് അല്ലേ അല്ലേ? ഒരു പല ഡയമെൻഷൻ ഉണ്ട് മൂവിയിൽ, പല ക്യാരക്ടേഴ്സിലായിട്ടും ആളുടെയും മൊത്തത്തിലൊരു മൂവി മൊത്തം ഒരു സൗണ്ട്സ് ലൈക്ക് ഖാലിദ് റഹ്മാൻ, സൗണ്ട്സ് ലൈക്ക് ജിംഷി ഖാലിദ്. നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് തളരുമ്പോഴേ ഇവരുടെ ഒരു അധ്വാനം, പ്രത്യേകിച്ച് ജിംഷൊക്കെ ഈ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്യുന്നതാണ്, അത് അവരെ കാണുന്നതാണോ ഒരു ഇൻസ്പിറേഷൻ, അതോ അവരിങ്ങനെ പറയുന്നതാണോ ശരിക്കും? അവരും പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവര് ജസ്റ്റ് ഒരു ഡയറക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുക, നമ്മൾ പോയി പണിയെടുക്കുക, നമ്മൾ നല്ലല്ലോ. ക്രിയേറ്റീവായിട്ടും ഫിസിക്കലി അവർ ഭയങ്കരമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റഹ്മാൻക്ക് വെയിറ്റ് ട്രെയിനിങ്ങിനാണെങ്കിലും ബോക്സിങ്ങിനാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ജിംഷിക്കൊക്കെ തോന്നുന്നു ഇപ്പോഴും പുള്ളിയായി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയും റണ്ണിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളിയും ഫിസിക്കൽ. അപ്പോൾ അവരൊക്കെ അത്ര വർക്ക് ചെയ്യുന്നു. അവരൊക്കെ ഇങ്ങനെ ആ സെറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളും അത്രയും കൊടുക്കണം, നമ്മളത്ര സീരിയസ് ആയിട്ട് നിൽക്കണം. അവരെ തമാശ ടീം പരിപാടി ഇല്ലല്ലോ ആ ടീം. ബേബി ഇപ്പം പുറത്ത് ഈ സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പെർഫോം ചെയ്യുന്ന പോപ്പ് സ്റ്റാർസ്, ഷാരൂഖ് ഖാൻ അല്ല, ഈ എമിനോ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര ഫിസിക്കൊക്കെ നന്നായി നോക്കുക. അവരുടെ ശരി വേണ്ട, ഹനുമാൻ ഖാൻ്റെ നന്നായി ഫിസിക്കൊക്കെ നോക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു നാച്ചുറലി പെർഫോം ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഈ സ്പോർട്സിലേക്കും വെയിറ്റ് ട്രെയിനിങ്ങിലേക്കും അങ്ങനെ ഉണ്ടായിരുന്നോ? അത്ലറ്റിക് പരിപാടി എപ്പോഴും പിടിച്ചു പോകണം എന്നുള്ളൊരു താല്പര്യം ഉള്ള ഒരാളായിരുന്നു. ഇനി കൊച്ചിക്ക് വന്നതിന് ശേഷം നമുക്ക് അറിയാമല്ലോ, പല ആൾക്കാരും പല രീതിക്കാണ് തിരിയുക. അപ്പോൾ ഒരു ആർട്ടിൻ്റെ സൈഡിലേക്ക് തിരിയുമ്പോൾ ഞാൻ കാണുന്ന ആൾക്കാരും ഞാൻ പണിയെടുക്കുന്ന ആൾക്കാരും ഒരു 90%, 95% ഈ ഒരു വർക്കൗട്ട് പരിപാടി പിടിക്കുന്നവരല്ല അല്ല. ആർട്ട് സംബന്ധിച്ച് പോകുമ്പോൾ ഒരു 5% ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ആ ഒരു ഇതിൽ പെട്ടതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ പടത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. കാരണം ഒരേപോലെ ചിന്തിക്കുന്ന കുറച്ച് ഒരേ പ്രായക്കാർ, അത് ഒരേ പ്രായക്കാരെന്ന് പറയുന്നത് ഞാൻ വയസ്സുകൊണ്ടല്ല മനസ്സുകൊണ്ടാണ്.
ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, വയസ്സുകൊണ്ടല്ല മനസ്സുകൊണ്ടല്ല. അല്ലേ സൂപ്പർ ഇനി നീ ഇന്റർവ്യൂല് ഒന്നും പറയണ്ട. അപ്പൊ പറഞ്ഞത് നമുക്ക് നമ്മുടെ ഫിസിക്കലി റൊട്ടീൻ പരിപാടി ഡേ ടു ഡേ പരിപാടി നോക്കിയാൽ മതി. പക്ഷെ ഇതിന്റെ റമാക്ക് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിൽ കൂടെ ഡെയിലി 10 വട്ടം പോയിട്ട് കയറി ഇറങ്ങി വരികയാണ്. അപ്പം അതൊക്കെ എടുത്ത് നോക്കി നമ്മൾ എടുക്കുന്ന ഒരു വർക്കൗട്ട് പരിപാടി അതൊന്നും ഒന്നുമില്ലാന്ന് തോന്നിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഇവര് അതായത് നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്താൽ മതി, പണിക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിന്ന് കിടന്ന് ഉറങ്ങാന്നുള്ളതാണ്. പക്ഷെ തലച്ചോറ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹീറ്റ്സ് ഡിഫറെന്റ്. ആ ഒരു സാധനം ഉണ്ട്, അതിൽ സമ്മതിച്ചു പോയി. അപ്പം ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിച്ച കാര്യത്തിന്റെ ഒരു പരിപാടി അതൊന്നും ഒന്നുമില്ലാന്ന് തോന്നിപ്പോയൊരു പരിപാടിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞതും ക്രിയേറ്റീവ് സൈഡ് എന്ന് പറഞ്ഞത്. കുറച്ചുകൂടെ ഹെവി ഇൻസൈഡ് പരിപാടി. അത്രയും ഏരിയാസ് ഉണ്ടല്ലോ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം, അവർ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ്സ് എൻ ആർമി, ഹീസ് ലൈക്ക് ലീഡിങ് എൻ ആർമി. പുള്ളി ഒരു കമാൻഡറിനെ പോലെയാണ്. കമാൻഡർ പോലെയല്ല, കമാൻഡർ ആണ്. ഓ അതാണ് മറ്റേത് എല്ലാത്തിനും ഓരോത്തിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഖാലിദ് റഹ്മാൻ ഒരു കമാൻഡറാണ്, അങ്ങനെ നമുക്ക് തമ്മിൽ കൊടുക്കാം. അതെ, ഖാലിദ് റഹ്മാൻ പറഞ്ഞത് എന്ത് ആദ്യ സിനിമയാണല്ലോ, ഐ മീൻ റിലീസാവുന്ന ആദ്യ സിനിമ, ഷൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ. ഇവരുടെ ഒരു വെൽക്കമിങ് എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലേക്കും? ഇവരുടെ ഒരു ഊഷ്മളത, അവരുടെ ഒരു സ്നേഹപ്രകടനം എന്നെ ശരിക്കും പറഞ്ഞ കുറച്ചൊക്കെ ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ. എന്ന് വെച്ചാ ഒരു സ്ട്രേഞ്ചേഴ്സ് പോലെയല്ല. വാ പിന്നെ അങ്ങ് ബഹിരാകാശത്തായിരുന്നു. അതന്നെ ഞാനായിരുന്നു. എനിക്കറിയില്ല, ഒറ്റയ്ക്ക് പൊടുത്താൻ പറ്റുന്നില്ല. പിന്നെ എന്റെ ചിറ്റപ്പനാണ് എല്ലാത്തിനും തല തൊട്ടപ്പനായിട്ട് നിൽക്കുവാണ്. ആഘോരം ഞാൻ മാത്രമല്ല, ബാക്കിയുള്ളവർ നകൽ കിട്ടും കൊടുക്കില്ല. പുള്ളിയുടെ ഒരു ഷോണിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ചിറ്റപ്പനും ഹാപ്പിയാണ് എല്ലാവരും. എന്നെ ഞാൻ കുറച്ച് പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സെൻസിറ്റീവ് വെച്ചാൽ ലെവൽ എങ്ങനെ എനിക്ക് എങ്ങനെ എടുക്കണ്ടേന്ന് അറിയില്ല പല കാര്യങ്ങളും. പക്ഷെ അത് ഞാൻ പഠിച്ചു ഈ പടം കഴിഞ്ഞപ്പോഴേക്കും. ശിവയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വം വഹിച്ചത്. എങ്ങനെ എടുക്കേണ്ടത് എങ്ങനെ എടുത്തു കൊടുക്കാം, അതാണ് തല തൊട്ടപ്പെന്ന് പറയുന്നത്. ഫ്രാങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടൊക്കെ നമ്മളൊരു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ പോലെ കളിയാക്കി നമുക്ക് എല്ലാം സീനിയർ ജൂനിയർ അതൊന്നും നോക്കാതെ സംസാരിക്കാൻ പറ്റുന്നത് ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ പ്രോസസ്സ് മൊത്തം എൻജോയ് ചെയ്യാനും ഒരു എളുപ്പം ഉണ്ടാക്കിയിട്ടില്ലേ? ഓഫ് കോഴ്സ്, ഞാൻ ഓൾറെഡി ലുക്കിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പെരുമാനി അത് അറിയാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നിട്ടായാലും എല്ലാവരും നമ്മൾ ഈ 6 മാസം ഉണ്ടായിരുന്നല്ലോ, അതിൽ തന്നെ എല്ലാവരുമായിട്ട് ജെല്ലായി ഓക്കെ കണക്റ്റ് ആണ്. കുറച്ചും കൂടി ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഈ പറയുന്ന ഖാലിദ് റഹ്മാനൊക്കെയായാലും ഓഫ്കോഴ്സ് നമുക്കൊരു ഫ്രീഡം തരുന്നുണ്ട്. നമ്മുടെ അതിൽ എന്താ വേണ്ടേ എന്നുള്ളത് അതൊക്കെ അറിയാം. എന്നുവെച്ചാൽ ഒരു പോയിന്റ് പറയാം, ഓക്കെ ആടാ ഓക്കെ അത് മതി, നമ്മളെ ഇരുത്തി കാണിച്ചു തരും. 1 മണി പോയാലോ ഒക്കെ ഇല്ലടാ അതേ നോക്കി ഇതുണ്ട്, അങ്ങനെ പരിപാടി ഉണ്ട്. അപ്പൊ എല്ലാ ഫ്രീഡം ഉണ്ട്, പരിപാടി ഉണ്ട്, അടിപൊളിയായിരുന്നു. ഖാലിദ് റഹ്മാന്റെ ഒരു പ്രോത്സാഹനം ഏത് രീതിയിലായിരിക്കും? ഒരു ഷോട്ട് നന്നായി, പുള്ളി എങ്ങനെ പ്രകടിപ്പിക്കും? പുള്ളിക്കാരന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഇപ്പൊ നമ്മൾ അതില് ഒരു എന്താ ഭയങ്കര അടിപൊളിയായിട്ട് ഒരു ഷോട്ട് ചെയ്തു, ഖാലിദ് എങ്ങനെ റിയാക്ട്? ഷോട്ട് ഓക്കെ, നെക്സ്റ്റ് ഷോട്ട് അല്ല ഞാൻ അഭിനയം കണ്ട് കട്ട് പറയാൻ മറന്നു, അങ്ങനെ ഒന്നും പറയാം. കട്ടൊക്കെ കറക്റ്റ് സമയത്ത് പറയും. ഖാലിദ് എങ്ങനെയാണ് നമ്മളെ കൺവിൻസ് ചെയ്യുക? ഇപ്പോൾ ഒരു കുറേ അധികം ഷോട്ട്സ് വേണം, അപ്പോൾ നമ്മൾ എത്ര ചെയ്തിട്ട് ശരിയല്ല, പക്ഷേ ഫിസിക്കലി ഡിമാൻഡിങ് ആണ്. അതിനെങ്ങനെയാണ് എൻ്റെ ഒരു ഇത്? നമ്മുടെ സ്നേഹത്തിലൂടെയാണോ അതോ എങ്ങനെയായിരിക്കും? അല്ല, അതിൽ സ്നേഹം ഇതൊന്നും ഇല്ലല്ലോ, എന്തായാലും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമല്ലോ. സിനിമ എന്ന് പറയുമ്പോൾ ബാക്കി ഒന്നിനും അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ അനിയനാണോ ഏട്ടനാണോ അതൊന്നും അവിടെ ഒന്നുമില്ല. അവിടെ ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടുന്നവർ ചെയ്യും. അതിപ്പോൾ ഒന്നുകൂടെ പോവാം, ഒന്നുകൂടെ പോവാം, ഒരു ഭംഗിയുണ്ട്. ഹൗ ആൻഷ്യന്റ് വർക്ക്സ് എന്നുള്ള പരിപാടിയിൽ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും ഹാൻഡിൽ ചെയ്യാം, നമുക്കൊരിക്കലും മടുപ്പ് തോന്നില്ല ഈ റിപ്പീറ്റ് പോകുന്നതിലും. അല്ലെങ്കിൽ നമുക്കും കൂടെ തോന്നും, ഫീൽ ചെയ്യും അതിൽ കാര്യമുണ്ട്. അത് പിന്നെയും പോയി കഴിഞ്ഞാൽ അത്
ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഗംഭീരാക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടായിരിക്കും പോവുക. ഒരു കംഫർട്ടബിൾ ലൈനേക്കാളും ബെറ്റർ ഒരു ബിറ്റർ ട്രൂത്ത് ആണെന്നുള്ളൊരു സാധനം ആള് പരിപാടിയാണ്. പുള്ളി ബേസിക്കലി ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക, പഞ്ച് ലൈൻ പോലെ നോർമൽ ആക്കുന്നതിനേക്കാളും ബിറ്റർ ട്രൂത്ത് മനസ്സിലാക്കണതാണ് നല്ലത്. അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. 6-7 മണിക്ക് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ആക്കി ഇടാം. പിന്നെ അവന്റെ അങ്ങനെ റാപ്പൊക്കെ ചെയ്യണല്ലോ. ബേബി ജിൻ ആയിരുന്നു ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ്. നമുക്ക് ഇതിന്റെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല ബേബി ജിൻ അഭിനയിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇന്നാവും എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെയായിരുന്നു അതിന്റെ ഇൻഫർമേഷൻ വന്നത് മനസ്സിലായത്? അല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ കായികയൊക്കെ ഇറങ്ങി കേട്ട് പിന്നെ ഫോളോ ചെയ്യുന്ന ഒരാള് തന്നെ പടത്തിന് മുമ്പും പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ പടത്തിലത്തെ ക്യാരക്ടർ ആണെങ്കിൽ ഞാനും അവനും കസിൻസാ. ഷൂട്ടിന്റെ തലേ ദിവസം ഞാൻ കാണുന്നത് പൂജക്കാണ് ഞാൻ കാണുന്നത്. എനിക്ക് ആ ഒരുപാട് സമയം കിട്ടിയപ്പോ സിംഗ് ആവാൻ. പിന്നെ പക്ഷെ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് ഈ കസിനെ പോലെ തന്നെയാ. കസിൻ കൂടി പോയി. അല്ല, എനിക്കിപ്പോഴും ഈ ഒരു ജേർണിയിൽ അവനും കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഈ ട്രെയിനിങ് പരിപാടി അല്ലെങ്കിൽ കുറച്ച് മുമ്പേ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, 6 months ജേർണി. അല്ലെങ്കിൽ എനിക്ക് കുറെ മുമ്പ് അറിയുന്ന ഒരാളെ പോലെ തന്നെ ഇപ്പൊ എനിക്ക് ബേബി. പടത്തിനകത്തെ ട്രെയിലറിലൊക്കെ പറയുന്ന സമയത്ത് ഡീജെ അവനെ ഇടിച്ചിട്ടോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഭയങ്കര ഡീജനെ ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ള പോലെ. അപ്പൊ ശരിക്കും ട്രെയിലർ കണ്ടല്ലേ? കുറച്ച് ട്രെയിലർ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഡീജന് അത്രയും വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാഹുബലി നിൽക്കുന്നു കട്ടപ്പ പോലെ അങ്ങനെയാണോ ഡീജെ ശരിക്കും ജോജോന്? അങ്ങനെയാണോ? ജോജോന്റെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, കായികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പുള്ളിയാണോ? അല്ല, ഒരു ജോജോ എന്താ ജോജോന്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഈ ഡി ജെ എന്ന് പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡി ജെ ഉണ്ടാവും മുമ്പിൽ എന്നുള്ളൊരു കോൺഫിഡൻസിൽ നടക്കുന്ന ഒരാളാണ് ജോജോ. ഒന്നുകൂടെ ഡി ജെ മാത്രമല്ല, അതെ എല്ലാരും ഈ ഒരു ടീം ഞങ്ങളുടെ പരിപാടി ജോജോ ഒന്നുകൂടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഡി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ ബുദ്ധിയില്ലാണ്ട് സീരിയസ്ലി ലിറ്ററലി ആ ഒരു ടപ്പേ പരിപാടി. സോ ജോജോ നീഡ്സ് ദിസ് ക്യാരക്ടർ, ഡി ജെ ക്യാരക്ടർ എല്ലാവരും വേണം. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കാണിക്കുമ്പോൾ തന്നെ കുറെ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്, ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാരെയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ജോജോയുടെ തോട്ടിനെ ജോജോ എക്സ്പ്രസ് ചെയ്യുന്നത് ജോജോനെ എക്സ്പ്രസ് ചെയ്യുന്നത് കുറെ അവൻ കാണുന്ന ക്യാരക്ടറിനെ ആദ്യം മനസ്സിലാക്കി അവരുടെ ഒരു സൈഡ് എന്താന്ന് അറിഞ്ഞിട്ട് ആ ഒരു സൈഡ് അവർക്ക് കൊടുക്കും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോജോ. അങ്ങനെ ജോജോ ഒരു ചെറിയൊരു പരിപാടി, എനിക്ക് വലിയ അറിവില്ല, കാണുന്ന ക്യാരക്ടറിൽ നിന്നൊക്കെ കാര്യങ്ങൾ പിടിച്ചിട്ട് ആരാണോ അവിടെ വീക്ക്, അവൻ്റെ സൈഡ് എവിടെയാണോ വീക്ക് ആ സൈഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോജോ ആളെ യൂസ് ചെയ്തിട്ട് പോസിറ്റീവ്ലി യൂസ് ചെയ്തിട്ട് അത് സക്സസ് ആക്കി എടുക്കും എന്നുള്ളതാണ്. അതാണ് ഉടനീളം ഒരു പടത്തിൻ്റെ ഇതിൽ കൂടെയും പോണത്. ഈവൻ ഏജ് ഡിഫറൻസ് ഒന്നും നോക്കുന്നില്ല ജോജോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. എല്ലാവരെയും മാനിപ്പുലേഷൻ എന്ന് പറയാം, പക്ഷെ പോസിറ്റീവ്ലി ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേഷൻ പോസിറ്റീവ്ലി പഴപ്പിക്കല്ല. ഈ ശരിക്കും നമ്മുടെ ബോക്സേഴ്സ് ഒക്കെ അവരുടെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് ഇടി കിട്ടിയിട്ട് ആകെ ബ്ലാക്ക് ഔട്ടായി, കുറെ നേരം ഒന്നും കാണാൻ പറ്റാണ്ടായി, അങ്ങനത്തെ അവസ്ഥകൾ നടന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഷൂട്ടിംഗ്? ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞപ്പോ എന്നെ വെള്ളത്തിൽ മുക്കിയിടാൻ കൊണ്ടുപോയി. മറ്റേ ഇതില്ലേ കോൾഡ് വാട്ടറിൽ, കാരണം ഒന്നും ഓർമ്മയില്ല, ഐസ് ബാത്തിന് തലൊക്കെ പോയിട്ട് ബോഡിയൊക്കെ ആകെ പെയിനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ട്, ഓരോരുത്തർക്ക്. അങ്ങനെ ഇടി കിട്ടി ജുഗുനാരായ സമയം ഉണ്ടായിരുന്നു. അല്ല, എനിക്കങ്ങനെ ഇടി കിട്ടി ജുഗുനാരുണ്ടായിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഇവരെ കോച്ചാണല്ലോ, ഞാൻ ബോക്സ് ചെയ്യണില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, പണ്ടത്തെ ഫ്ലാഷ് ബാക്കിൽ അങ്ങനെ ഒരാൾ ഇടിച്ചിടുന്നു അങ്ങനത്തെ കാലഘട്ടം ഒന്നും കാണിക്കില്ലല്ലോ പടത്തില്?
അതൊക്കെ പടം ശരി, അത് പറയാൻ പറ്റില്ല, സ്പോയിലർ ആവും. അപ്പൊ എനിക്കാണ് ഇടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടി കൊള്ളണ്ട. ഇടി കാണുക എന്നുള്ളതാണ്. കണ്ടിട്ട് എന്റെ കിളി പോയി. ഒരു കിളി പോണ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയ? ഇല്ല, ബ്ലാക്ക് ഔട്ട് ഉണ്ടായിട്ടില്ല. ട്രെയിനിങ് ടൈമിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. 2 സെക്കൻഡ് എന്റെ കിളി പോയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇല്ല, അത് പടം കാണുമ്പോൾ മനസ്സിലാവും. സന്ദീപിന് അങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ചെറിയൊരു കഴുത്തിനൊരു ചെറിയൊരു ഉളുക്ക് പോലത്തെ മറന്നുപോയി. ഒരു തിരുമ്മൽ സെഷൻ വേണ്ടി വന്നു. എല്ലാരും തലച്ചോറൊന്ന് റീബൂട്ടായി. അങ്ങനെ ഉണ്ടായിരുന്നോ? ശരിക്കുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ബ്ലാക്ക് ഔട്ട് ഇല്ല. അല്ല, പക്ഷെ നിങ്ങൾക്ക് ബോക്സിംഗ് അല്ല, നിങ്ങൾക്ക് ആകെ ഒലക്ക വെച്ചുള്ള ഒരു പരിപാടികളല്ലേ ഉള്ളൂ. അങ്ങനല്ല പരിപാടി ഒലക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പകുതി കഴിഞ്ഞിട്ടൊക്കെ വരുന്നല്ലേ. ഫ്രാങ്കോൻ ഉണ്ടായിരുന്നു അങ്ങനെ? സൺറൈസിലായിരുന്നു എന്റെ ഫൈറ്റ് നടക്കും. ആക്ച്വലി ഒന്നുകൂടെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഫൈറ്റ് ഫ്രാങ്കോടെ എന്താണോ? ഓക്കെ, 3 ഷോന്റെ ഫൈറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഫൈറ്റുകളുണ്ട്, 2-3 ഫൈറ്റുകളുണ്ട്. അല്ല, ഓരോരുത്തരുടെ ഫൈറ്റിനും ഓരോ ഇമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പരിപാടികളുണ്ട്. ഫൈറ്റ് അല്ല, ഓരോരുത്തരും ഓരോ സ്റ്റൈലും പരിപാടികളുണ്ട്. അപ്പോൾ എന്റെ സ്റ്റൈൽ എന്ന് വെച്ചാൽ സൺറൈസിൽ എടുക്കാൻ അതായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി. ഇടി കിട്ടി ബോധമൊന്നും പോയിട്ടില്ല, പക്ഷെ സൺറൈസിലായിരുന്നു. വിവിജൻ അങ്ങനെ ഇല്ലല്ലോ അല്ലേ? നമ്മൾ ഈ വക പരിപാടിക്കൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ചവിട്ടും കുത്തൊക്കെ കിട്ടണതിന്റെ പിടുക്ക്. ഇപ്പൊ പടം അങ്ങനെയല്ല. ഈ ബേസിക്കലി ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നോ ചെറുപ്പം മുതലേ? അതായത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ എടുക്കണ അതെങ്ങനെ സാധാരണ ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നില്ലല്ലോ ബേബി തുടങ്ങുന്ന സമയത്ത്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനൊന്നും അത്ര വളർന്നിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല, അത്ര ഫാൻ ഫോളോയിങ് ഇല്ല. സാധാരണ ആൾക്കാർ ചൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഇൻസ്ട്രുമെന്റൽസ് ഇല്ലാത്ത മ്യൂസിക് റാപ്പ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് ഗിറ്റാർ മേടിച്ച് തരാനും അല്ലെങ്കിൽ മറ്റേ ചെണ്ട മേടിച്ച് തരാനൊക്കെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റാപ്പ് ചൂസ് ചെയ്യില്ല. ഓക്കെ, മനസ്സിലായി? അതായത് സാധാരണക്കാർ ചൂസ് ചെയ്യുന്ന സാധനമാണ് റാപ്പ്. സാധാരണക്കാർക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ് റാപ്പ്, എക്സ്പ്രഷനാണ്. നമുക്ക് വേറെ ഇൻസ്ട്രുമെന്റിലും പറ്റിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റണ പരിപാടി ചെയ്യാന്നുള്ള സാധനമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്നതൊന്നും ഇല്ലല്ലോ ഒരു ആർട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. നമുക്ക് കിട്ടണത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആർട്ട് എക്സ്പ്രസ് ചെയ്യാന്നിട്ടല്ലോ. ഈ മ്യൂസിക്കിനെ വെച്ചിട്ട് സിനിമ അത് എത്രമാത്രം എക്സ്പ്രസീവ്, അതിനുള്ള സാധ്യതകൾ? അത് എനിക്ക് സാധ്യതകൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ ബണ്ടാന എന്നൊരു ട്രാക്ക് ഞാൻ ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ട് ഞാനത് ഇറക്കി. ആ വീഡിയോ റഹ്മാൻക്ക് കാണാൻ ഇടയായി. അത് ഞാൻ നമ്മുടെ മാഹിർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ അത് ഡയറക്റ്റ് ചെയ്യിപ്പിച്ച്. അപ്പൊ അത് കണ്ടിട്ടാണ് റഹ്മാൻക്ക മാഹിറിനെ അസോസിയേറ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ക്രിയേറ്റിവിറ്റി എടുത്ത് പ്രൊഡക്റ്റിൽ കണ്ടിട്ട് റഹ്മാൻക്ക വിളിച്ചെന്നുള്ളതിൽ ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. എന്റെ കാര്യം ആലോചിച്ചിട്ട് വലിയ എത്തുമ്പോഴൊന്നുമില്ല. അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. ബെറ്റർ ആവുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി, വേറെ ഒന്നും. ഈ ഖാലിദ് റഹ്മാൻ, അതെ ഖാലിദ് റഹ്മാൻ സിനിമകളിലെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സീൻസിനെ തന്നെ അദ്ദേഹം വേറെ രീതിയിലായിരിക്കും ഇപ്പോൾ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, അനുരാഗ് കരിക്കുമ്പളത്തിലാണ് ആദ്യമായിട്ട് ഒരു നായികയുടെ പ്രേമം പൊളിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുന്നൊരു സീക്വൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു കല്യാണപ്പേരയിൽ അങ്ങനത്തെ ഒരു കല്യാണപ്പേരയിൽ നടക്കുന്ന ഇടികളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈ ഒക്ടൈൻ സീക്വൻസ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നൊക്കെയുള്ള ഐഡിയ ഖാലിദ് റഹ്മാൻ്റെയാണ്. ആ വിധത്തിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ പരിപാടി ആലപ്പുഴ ജിംഖാനയിൽ ഉണ്ടാവുമോ? ഖാലിദ് റഹ്മാന്റെ ഒരു സിഗ്നേച്ചർ പടത്തിലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പുള്ളിയുടെ ഫിലിമോഗ്രാഫി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പുള്ളി ഒരേപോലത്തെ സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. പുള്ളിക്ക് ഉറപ്പായിട്ടും പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു സിനിമ തന്നെയായിരിക്കും ആലപ്പുഴ ജിംഖാന. അത് പുള്ളിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ പടം സംഭവിച്ചത്.
അത് തീർച്ചയായിട്ടും ഇത് ഖാലിദ് റഹ്മാൻസ് മൂവി എന്നുള്ളൊരു സിഗ്നേച്ചർ ഇതിലുണ്ട്. ഇപ്പം ജിംഷിയുടെ ഒരു അതിനുള്ളൊരു എന്താ പറയുക ഈ ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പം തല്ലിമാലയ്ക്ക് വേണ്ടി നിങ്ങൾ റിഗ് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നു ആ തിയേറ്റർ ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നെ. അതൊക്കെ അത്രയും ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പടത്തിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന സമയം, അവർ കൊടുക്കുന്ന ക്രിയേറ്റിവിറ്റി, അത് ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. അവർക്ക് സിനിമയോടുള്ള പാഷൻ, ഇപ്പം ഏത് സിനിമ വേണമെങ്കിൽ അവർക്ക് അറ്റംപ്റ്റ് ചെയ്യും, ഏത് സ്റ്റാറിൻ്റെ അടുത്ത് വേണമെങ്കിൽ അവർ കഥ പറയാൻ ഓപ്പണാണ്. പക്ഷേ അവർ പിള്ളേരുടെ ഒരു സെറ്റ് കഥ പറയാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അവരുടെ ചോയ്സ് ഓഫ് ഫിലിം മേക്കിംഗ് അതൊക്കെ എങ്ങനെയാണ്? അല്ല, അവരെ വർക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കാണാൻ. അത് അവരിപ്പോൾ ബ്രദേഴ്സ് ആണെങ്കിലും അവർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അവരൊരു റാപ്പ് കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര സിംഗ് എന്ന് പറഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുള്ളി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. എന്നാൽ അത് ബ്ലെൻഡ് ചെയ്ത് പോണത് കാണാൻ ഭയങ്കര രസമാണ്. ഈ സെറ്റിൽ അതാണ് ഒരു പ്രത്യേകത. കാണുമ്പോൾ തന്നെ അതൊരു സിനിമ കാണുന്ന പോലെയാണ് നമുക്ക്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അതെന്നാ ബ്ലെൻഡ് ചെയ്ത് അതൊരു ഫ്ലോയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭയങ്കര സെക്സിയാണ് അത് സത്യം പറഞ്ഞാൽ. കുടുംബത്തിൽ തന്നെ 2-3 ആണുങ്ങള്, ഒരു 10-15 ആണുങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതിൽ ഓരോരുത്തരും ഓരോ വൈക്കാവും. പക്ഷെ ഒരു 4 ആൾക്കാർ, 3 ആൾക്കാർ, 2 ആൾക്കാരൊക്കെ ഒരേ പരിപാടിയിൽ വന്നിട്ട് ഒരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര വർക്കാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതായത് ബ്രദേഴ്സ് റൺ ചെയ്യുന്ന ഒരു കമ്പനി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണേലും പറഞ്ഞിട്ട് പോവാ. ഐ മീൻ, അതായത് നാളെ തിരിച്ച് ബാക്ക് ടു ബിസിനസ് ഉള്ള പരിപാടിയാണ്. സോ ആ ഒരു പരിപാടി കാണാൻ തന്നെ നമുക്ക് ഭയങ്കര നമ്മൾ കാണുമ്പോൾ തന്നെ ഓക്കെ കൊള്ളാം, നമുക്കിനി വിചാരിച്ചാലും പറ്റില്ല. കാരണം ഇനിയിപ്പോൾ വാപ്പാട് വേറെ കെട്ടാൻ പറയണം, വേറെ പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ആകെ ജലസായിട്ടുള്ളത് ഇവരുടെ കാര്യത്തിൽ, ആ ഒരു കാര്യത്തിലാണ്. കാരണം ഭയങ്കര രസമാണ് ഇവർ ഒരു പണിയെടുക്കണ, ഇവരറിഞ്ഞിട്ട് ഒരു എടുക്കുന്നൊരു കാര്യങ്ങളൊക്കെ. ആക്ച്വലി ലിവിങ് ഒരു സ്റ്റൈല് അതേ ആർട്ടാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ അല്ലേ. അവര് സിനിമ ചൂസ് ചെയ്യണതൊന്നും അങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാം, അങ്ങനെ പെട്ടെന്നൊരു ചൂസിങ് ഒന്നല്ല. കുറെ ഇപ്പൊ തോന്നുന്നത് തല്ലുമല കഴിഞ്ഞിട്ട് 2 വർഷം. പക്ഷെ അതിന്റെ ഇടയിൽ എത്രയോ സിനിമ എന്നോട് തന്നെ പല സബ്ജക്റ്റും മാത്രമല്ല ഇപ്പൊ അവർക്ക് വലിയൊരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള സിനിമയൊക്കെ സാധ്യമാണ്. പക്ഷെ അവരുടെ എത്തിപ്പെടുന്നതാണ് ഒരു പരിപാടിയിലോട്ട്. എനിക്ക് തോന്നുന്നത് ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചാണ്. ഇവനടുത്ത് പെട്ടെന്ന് കഥ പറച്ചിലും പെട്ടെന്നാണ് ജിംഖാനൊക്കെ മാറിയത്. അതിന്റെ മുന്നേ വേറെ പരിപാടിയായിരുന്നു ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ടപ്പേജ് ഷിഫ്റ്റ് ആയതാണ്. അവര് ഡെയിലി എന്തും പറയാറ്, അവർക്ക് എന്ന് പറഞ്ഞായിരിക്കില്ല നാളെ സിനിമനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഒരു എനർജി ഒക്കെ തന്നെയാണ് നിങ്ങൾക്കും ഈ സെറ്റിലും ഒക്കെ നിലനിൽക്കുന്നത്. ജിംഷിക കാരണം ജിംഷിക ഇപ്പൊ പിന്നെ അതുമല്ല അവിടെ ഈ പറഞ്ഞ പോലെ റഹ്മാൻക്കാണെങ്കിലും ജിംഷിക്കാണെങ്കിലും നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കൽ അങ്ങനത്തെ പരിപാടിയല്ല. ആദ്യത്തെ ഷോട്ട് വെക്കുമ്പോൾ തന്നെ തളർത്തിക്കളയും. അത് കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം എല്ലാവരും അത്രയും ക്രൗഡിന്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെ എങ്ങനെയായിരുന്നു? പക്ഷേ ഇവയുടെ ഫസ്റ്റത്തെ തളർത്തൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റത്തെ തളർത്തലോ എന്നോട് റഹ്മാൻക്ക് ആദ്യത്തെ ദിവസം അടുത്ത് വന്ന് പറഞ്ഞു, പിന്നെ മുതൽ ബൈക്കിലായിരുന്നു. എന്തോ ഒരു സാധനം, ഏതോ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ റഹ്മാൻക്ക് വന്നിട്ടുണ്ട്, ഡ്രാമ കട്ടി നീ സാധാരണ പറയണ പോലെ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഫുൾ മൈക്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും മുമ്പിൽ വെച്ച് അതെ, പിന്നെ അതിനോട് നമ്മൾ കംഫർട്ട് ആവും. പിന്നെ നമുക്ക് ഒരു ഇൻഹിബിഷൻസും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ആ സെറ്റിൽ വരില്ല ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ബിക്കോസ് ഈ ഒരു രീതിയിലാണ് മനുഷ്യൻ എന്താന്നുള്ളത് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ ബോക്സിംഗ് പടമാണ് ചെയ്യാൻ പോണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബോക്സിംഗ് പടം കണ്ടേക്കാം, അങ്ങനെ ബോക്സിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കാം, അങ്ങനത്തെ മൈൻഡ് ഉണ്ടായിരുന്നോ? അല്ല, ബോക്സിംഗ് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ കോച്ച് പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് മോട്ടീവ്. അപ്പോൾ കൃത്യമായ ക്ലാസ്സുകൾക്ക് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്ലാസ് കട്ട് ചെയ്യാതിരിക്കുക, ഡയറ്റ് പിടിക്കുക. അങ്ങനെയുള്ളൊരു ചിന്തയിൽ തന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാര്യം ഇത് തന്നെ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ച് 1-2 ദിവസത്തെ ആദ്യത്തെ ഷുഗർ കട്ട് നാളുകൾ എങ്ങനെയുണ്ടായിരുന്നു? 1-2 ദിവസമൊന്നും അല്ല, ആദ്യത്തെ ദിവസം ഭയങ്കര പാടാണ്. പക്ഷെ അങ്ങനെ നമ്മള് ആദ്യമേ ഓക്കെ
ഇന്നോട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു, അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ഗ്രാജുവലി ഒന്ന് നമ്മളൊന്ന് ഇതാക്കി. കാരണം നമ്മുടെ കോച്ച് തന്നെ, ഇപ്പൊ ഞങ്ങളുടെ ജോഫിൽ കോച്ച് തന്നെ നമ്മുടെ ബോക്സിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് പഴംപൊരിയും ബീഫും കഴിക്കാൻ പോകുന്നവരെ കൊണ്ടുപോകും. സിക്സ് പാക്ക് എന്നൊക്കെ പറയുമ്പോ പുള്ളി കുഴപ്പമില്ല കഴിക്കാന്ന് പറഞ്ഞിട്ട്, കാര്യം ആ കഴിക്കുന്ന പഴംപൊരി പിറ്റേ ദിവസം കോച്ച് വന്നിട്ട് പഴംപൊരി നിർത്തി നമുക്ക് തന്നെ മതിയാവും. അങ്ങനെ ഗ്രാജുവലി നമ്മളെ കൊണ്ട് തന്നെ വേണ്ടാന്ന് എത്തിക്കുകയും, കാര്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക് എക്സ്ട്രാ പണി അതാണ് മെയിൻലി. പിന്നെ നമുക്ക് വീഡിയോസ് കാണിച്ചു തരും, ഇതേപോലെ അമച്വർ ബോക്സിങ്ങിന്റെ വീഡിയോസ് കാണിച്ചു തരും. എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റൈൽ, എങ്ങനെയാണ് അവരെങ്ങനെയാണ് അതിന്റെ ഒരു മാനറിസംസ് കാര്യങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കൂടുതൽ ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ ഇത് കണ്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കോച്ച് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ. കോച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആള് കൂടെ ചെയ്യും. സാധാരണ ഞാൻ കണ്ടേക്കുന്ന ഇത്രയും പേര് ട്രെയിൻ ചെയ്യുമ്പോൾ പണിയെടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാത്തിലും ഒരു കോച്ച് അവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുത്ത് ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ കൂടെ ഇപ്പൊ ഒരു 10 പുഷപ്പ് ആണെങ്കിൽ 100 പുഷപ്പ് ആണെങ്കിൽ അത് 100 പുഷപ്പ് ഞങ്ങൾ നമ്മുടെ ഒപ്പം ചെയ്യും. അപ്പൊ നമുക്കൊരു പോയിന്റിൽ നിർത്താനും പറ്റൂല. അവിടെ ഒരാൾ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ആള് ഇത്രയും വയസ്സുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? കോച്ചിനെ പൊക്കി പൊക്കി അല്ല, വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 5 വയസ്സ് കൂടുതൽ. ഞാൻ കോച്ചൊക്കെ സ്ട്രെങ്ത് നോക്കണേ. അല്ല, സ്വയം ആദ്യമായിട്ട് അത്രയും ബോഡി ബൾക്ക് ചെയ്തിട്ട് കണ്ടപ്പോ അത് എന്ന് കാണുമ്പോഴും ഭയങ്കര രാവിലെ എണീറ്റ് നേരെ കണ്ണാടിക്ക് മുന്നിൽ കണ്ണാടി നോക്കുന്ന ഒരു ശീലം കൂടി ഈ പടത്തിന്റെ ട്രെയിനിങ് സമയത്തും. അല്ലെങ്കിൽ ഈ പടത്തില് മെയിൻലി നമ്മളുടെ തന്നെ ഒരു അഴക് ആസ്വദിക്കുക. അല്ല, കോൺഫിഡൻസ് ലെവല് നമുക്കും കൂടും. നമ്മള് കണ്ണാടിയിൽ നോക്കുമ്പോ അത്യാവശ്യം നല്ല ബോഡി അറ്റൈൻ ചെയ്തു എന്ന് പറയുമ്പോ. ഗാലിദ്റഹ്മാൻ പറഞ്ഞിരുന്നു നിന്റെ 6 പാക്ക് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിന്റെ 6 പാക്ക് വെച്ചൊരു ഫോട്ടോ ആണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക്, അങ്ങനെ പറഞ്ഞിരുന്നു. ഇല്ല ഫസ്റ്റ് ലുക്ക് ഞാൻ കാണുന്നത് അതിന്റെ തലേ ദിവസമാണ് കിട്ടുമ്പോ. അത് നേരത്തെ പ്ലാൻ അവരുടെ കയ്യിൽ തന്നെയല്ലേ മെയിൻ പരിപാടികളൊക്കെ, അറിയിക്കേണ്ടതേ അറിയിക്കുള്ളൂ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്കും ആയിരുന്നില്ല, അത് മറ്റേ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളെ ഏറ്റവും അടിപൊളി ഫിസിക്കലി കണ്ടത് ഈ പടത്തില് ജോയിൻ ചെയ്തിട്ടല്ലേ? അതെ, ഞാൻ അങ്ങനെ കാർത്തിക് സ്വന്തമായിട്ട് പ്രോട്ടീൻ ഷേക്കുകൾ ഉണ്ടാക്കി, ഒരുപാട് യാത്ര ചെയ്തു. കോളേജായിരുന്നു എന്നെ ഇതിൽ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. നാട്ടിലാണ് കോളേജ്, കൊച്ചിയിലാണ് ട്രെയിനിങ്. നാട്ടിൽ പോവുക, ഉച്ചവരെ കോളേജ് അറ്റൻഡ് ചെയ്യുക, ഉച്ച കഴിഞ്ഞ് സാറിനെ കൺവിൻസ് ചെയ്ത് അവിടുന്ന് കട്ട് ചെയ്ത് അറ്റൻഡൻസും വേണമല്ലോ, എക്സാം എഴുതണമല്ലോ. അവിടെ ഒരു കൺവിൻസിങ് സ്റ്റാർ. അതെ, അവിടെ ഓരോ ദിവസം ഓരോ ലെറ്റർ എഴുതി സ്റ്റാഫ് റൂമിൽ തന്നെ എന്റെ ലെറ്റർ അടിക്കി വെച്ച്. എന്തൊക്കെ കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്? അല്ല, സിനിമയാന്ന് അറിയാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്കും അറിയില്ലല്ലോ ഇത്രയും വലിയ അങ്ങനെ പറഞ്ഞ് കുറെ കൺവിൻസ് ചെയ്യണമല്ലോ. അങ്ങനെ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ എഴുതി കൊടുത്തു. അങ്ങനെ കൊച്ചിക്ക് വരും, രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരും, പിന്നെ രാവിലെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. എല്ലാ ദിവസവും ഫ്രഷ്നെസ് ആയിരുന്നു, ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. എന്തായാലും സിനിമ ഏപ്രിൽ 10 റിലീസാവുന്നു. എന്താ പറയുക, എമ്പുരാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. അതിനുശേഷം ആളുകൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന അതേ ഒരേ പ്രൊജക്റ്റ് തന്നെയാണ് ആലപ്പുഴ ജിംഖാനയും. ഈ യൂത്തിൻ്റെ ഒരു എന്താ പറയുക എനർജി അത് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. സിനിമയിൽ മൊത്തത്തിൽ ഒരു പിള്ളേരുടെ ഫണ്ണുണ്ട്, അത് നമുക്ക് കിട്ടട്ടെ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633 888 575.